അപ്പോൾ നമ്മുടെ ഈ മുളന്തണ്ടിൽ കിടക്കുന്ന 5 ആവോലി കുട്ടന്മാരെ നമ്മൾ ഇന്ന് മൊത്തത്തിൽ അങ്ങോട്ട് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവാണ്. അതും പൊള്ളി സാധനമായിട്ട്. ഇത് നമ്മുടെ മീനിൻ്റെ ചേതമ്പല ആദ്യം കുത്തിക്കളയാട്ടാ. നല്ല ചേതമ്പലുള്ള മീനാണേ. കണ്ട അവിടുത്തെ കുഞ്ഞി ഫിൻസാണേ. ഓ മുട്ടയുണ്ടോ വേണ്ട, എല്ലാം മുട്ടയുള്ള മീനാണേ. ഇത് നോക്കിയ മക്കളെ, ഇതാണ് ആവോലി മുട്ട കേട്ടാ. ഓക്കെ, അടിപൊളി നല്ല കിടുക്കാച്ചി മുട്ട. നമ്മുടെ മീനിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിക്ക് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മീനതേ ഗ്രില്ല് ചെയ്യുമ്പോൾ നല്ലോണം മസാലയൊക്കെ പിടിക്കണ്ടേ. അപ്പോൾ നമ്മൾ കർത്താവിൽ എടുക്കാനുള്ള കാരണം നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഇത്ര വലിപ്പത്തിൽ നമുക്ക് വെള്ളാവലി കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും നോക്കട്ടെ. അപ്പോൾ ആദ്യം നോക്കുന്നത് നമുക്ക് കുറച്ച് മാഗി കൂപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി, നമ്മുടെ ജീരകപ്പൊടി, അതുപോലെ തന്നെ ഉപ്പ്, കുരുമുളക് പൊടി, വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മുടെ ചെറുനാരങ്ങ പുളിക്കുള്ളത്, സവാളയുണ്ട്, ബേ ലീഫ് ഉണ്ട്, പിന്നെ നമ്മുടെ ഇഞ്ചി, അതുപോലെ തന്നെ നല്ല അടിപൊളി എരിവുള്ള പച്ചമുളക് അരച്ചങ്ങോട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ അടിച്ചെടുത്ത് നമ്മുടെ പൂക്കളം പോലെ വെച്ചേക്കുന്ന നമ്മുടെ മീൻ കുട്ടന്മാരെ ഇനി ഈ കാണുന്ന മസാല തേച്ച് നമ്മൾ അങ്ങോട്ട് സെറ്റാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും കുറച്ച് ശേഷം മസാല വെച്ച് നമ്മൾ ആദ്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ, റെഡിയാക്കി എടുക്കുന്നത്. മുട്ടനെ മസാല തേക്കുന്ന പരിപാടി കേട്ടോ. നമ്മുടെ ഫസ്റ്റത്തെ ലെയർ നമ്മൾ അത്ര വലിയ കട്ടിക്കും തേക്കില്ല, കാരണം ഇനിയും പല ലെയറുകളും മസാല നമുക്ക് കയറാനുള്ളതാണ്. ഇനി നമ്മുടെ കരി കത്തിച്ച് നമുക്ക് കനലുണ്ടാക്കി എടുക്കണം. ആയി 5 മീനാണ് നമ്മൾ ഒരുമിച്ച് ചുട്ടെടുക്കുന്നത്. നല്ല ആവോലി മീൻറ്റാ. മസാലയുടെ മണങ്ങ് കൊടുങ്ങല്ലൂർ കേൾക്കാം. സൈഡ് ദേ കണ്ട കുക്കായി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് എല്ലാ മീനും ഒന്ന് തിരിച്ചിടാണേ. അപ്പോൾ നമ്മുടെ മസാല നമുക്കൊന്ന് ഇതിലത്തെ വെള്ളം വറ്റിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് മസാല തേക്കാൻ പറ്റുന്നതാവേ. അത് ഞാൻ കുറച്ച് എടുത്തിട്ടെ എല്ലാ മീനിലേക്കും. സംഭവം നമ്മൾ മറിച്ചിട്ടപ്പോൾ കുറച്ച് തൊലിയൊക്കെ ഒന്ന് നടന്ന് പോന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പുറം തൊലിയാണ്, ഭയങ്കര കട്ടിയുള്ളതുമാണ്. അപ്പോൾ നമ്മുടെ മസാല ഇനി ഒന്ന് ബ്രഷ് ചെയ്ത് മൊത്തത്തിൽ അങ്ങോട്ട് തേച്ച് സെറ്റാക്കി കൊടുക്കണേ. പോന്നോട്ടെ ഇനിയാണിത് അവൻ്റെ വരവ്. ഓ നമ്മുടെ ആവോലി കുട്ടൻ്റെ നോക്ക് മക്കളെ. ചമ്പിക്കോ പിന്നേക്കൊരു പൊടി പൊന്നു. നമ്മളിത് ചില്ലിയങ്ങൾ എടുത്തിട്ട് ആയി ഓക്കെ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടാ അജി? കഴിച്ചായിരുന്നാ? ഇത് കഴിക്കി. ഞാൻ നോക്കിയിട്ടില്ല പോരെ, ഞാൻ ഇതിന്ന് എടുക്കാം. ഓക്കെ, നല്ല പഞ്ഞി പോലെ വെന്ത് ഇച്ചിരി മസാല ഇങ്ങനെ തേച്ചെടുത്തിട്ട് ഓക്കെ. നമ്മുടെ ആവൂലില്ലേ ഒരു രക്ഷയിലിട്ട് നോക്കി, നല്ല പഞ്ഞി പോലെ വെന്ത് ഇങ്ങനെ മുള്ളും കുറവാണ്. ഉള്ള മുള്ളതേ നമ്മളിത് മാറ്റിയിട്ടില്ലേ, മുള്ളു വരെ കഴിക്കാം.